അമ്മാ ഇരിക്കു രാജ. ഇതാണ് ആള്. 4 സാരി ബാപ്പ പുന്നാര മക്കൾക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഉമ്മാക്ക് എനിക്ക് ഒന്നുമില്ല. ഒന്നും കൊടുത്തയച്ചില്ലേലും വേണ്ടില്ല, ഒരു സുഖമായിരിക്കണെന്ന് കേട്ടാ മതി. സുഖാണ് ഉമ്മ. പോരുമ്പോ എന്റെ കൂടെ എയർപോർട്ടിൽ വന്നിരുന്നു. എന്റെ മോനെ, ഞങ്ങളിവിടെ ഉണ്ടെന്ന് ആൾക്ക് വല്ല വിചാരം ഉണ്ടാ? വരണേന്ന് കേക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം എത്രയായി? അടുത്ത് വരും. അങ്ങനെ കച്ചവട സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഉമ്മന് വലിയ കച്ചവടാണ്. തരക്കേടില്ല. ഇത്തിരി കൂടെ പറമ്പ്, 10 കണ്ടത്തിന്റെ കൃഷി. ഇവനെ കൊണ്ട് എത്ര നമ്മൾ എഴുതിച്ചേക്കണ്. ഇന്നലെ പോയ ചെക്കന്മാര് നാട്ടിൽ എത്ര ഭാര്യ കൂട്ടിയേക്കണ്. എല്ലാം മമ്മൂക്കാടെ മനസ്സിലുണ്ട്. എന്റെ മോനെ പോലെ വിചാരിച്ച് ചോദിക്ക, എന്താ ആൾക്ക് നാട്ടിൽ വരെത്ര മടി? അവിടെ വല്ല പകച്ചിയുടെ കുടിക്കലും അല്ല, ആളൊരു പാവ, അതുകൊണ്ട് ചോദിക്ക. ഞങ്ങൾ ഒരുമിച്ചാണ് കുറെ കാലം താമസിച്ചത്. അവിടെ അങ്ങനെ ഒന്നിന്റെ മണം കൂടെ കിട്ടില്ല ഉമ്മ. കാപ്പി കുടിക്ക്. ഉമ്മാക്കൊരു സംശയം. അല്ല, ഞങ്ങൾ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞതാ. നീ പോയി വേഗം ഒരു കോയിനെ ഇറക്കാൻ നോക്ക്. അപ്പൊ ഞാൻ വരാം ഉമ്മ. വീട് കാണാൻ തിരക്കുണ്ടാവില്ല ഉമ്മ. ഞാൻ പിന്നെ വിളിച്ചോണ്ട് വരാം. വരണം. വരാം ഉമ്മ. ഇവിടെ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ അബു. നിർത്തു. അടുത്ത തെരുവിലാണ്. മുറ്റം വരെ റോഡൊക്കെ നമ്മൾ ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ അമ്പലം വരെ ഒന്ന് പോയിട്ട് വരാം. അകത്ത് കയറുന്നില്ല. അബുവിനും വരാം. എവിടുന്നാ? ആരാ? അടുത്തുള്ളവരാണ്. അഹിന്ദുക്കളുടെ നടവഴിയല്ല ഇത്. അറിയാൻ കുറുപ്പേ. അതിർത്തി കടക്കാതെ നോക്കാൻ ഞാനുണ്ടല്ലോ കൂടെ. രാജനല്ലേ? ഈശ്വരാ, എനിക്ക് തീരെ മനസ്സിലായില്ലോ. വരുന്ന വിവരം അറിഞ്ഞില്ല. എപ്പോഴെത്തി? ഇപ്പൊ വരുന്ന വഴിയാണ്. ആഹാ, എന്നാലും നാട്ടിലേക്ക് ഒരു വിവരം തരിക. ഞങ്ങളാൽ ചിലരില്ലേ ഇവിടെ? നമ്മുടെ മാളൂമ്മയുടെ മകൻ ദുബായിലാ. ഇനി അമ്പലം നന്നാക്കാനോ കുളം നന്നാക്കാനോ എന്താ വെച്ചാല് പിരിവ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. പുഴയില് വെള്ളമില്ല, എല്ലാവർക്കും ഈ കൊളാണ് ആശ്രയം. വേണ്ടത് തന്നെ. അതാണ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ കാർ നിർത്തിയത്. അമ്പലത്തേക്കാൾ എനിക്ക് താല്പര്യം അമ്പലക്കുളത്തിലാണ്. ഞാൻ ബംഗ്ലാവിൽ വന്ന് കണ്ടോളാം. ഞങ്ങളൊക്കെ വരും. സഹായത്തിന് ആളില്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ നാട്ടിൽ വരുമ്പോ. ഓ, വരണം. നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു അന്യനാട്ടിലാവുമ്പോഴും ഒരു സമാധാനം. അച്ഛനാരെ വിട്ടോളൂ.
എന്താ തരേണ്ടത്? 210 കിലോമീറ്ററായി. കണക്ക് പോലെ തന്നാ മതി. നിങ്ങൾ ദിവസം കണക്കിൽ വണ്ടി ഓടിക്കില്ലോ? എനിക്ക് പോകുന്നവരൊരു വണ്ടി വേണല്ലോ. അപ്പോ എനിക്കൊരു വണ്ടി വേണല്ലോ. ഞാൻ നിന്നോളാം. എന്താ അതിന്റെയൊക്കെ കണക്ക്? നേരത്തെ പറയണം. അവസാനം വായിൽ തോന്നിയത് എന്തും പറഞ്ഞാൽ എടുത്തു തരുന്ന മണ്ടൻ ദുബായിക്കാരനല്ല ഞാൻ. അതാ ഇവിടുത്തെ ടാക്സിക്കാരുടെയൊക്കെ ഇടപാട്. ഞാൻ അങ്ങനത്തെ ടാക്സിക്കാരനല്ല. അതല്ല, നിങ്ങൾക്കിടയ്ക്ക് വീട്ടിൽ പോകേണ്ടി വരും. എന്റെ യാത്രയും പരിപാടികളും എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് പ്രാരാബ്ദങ്ങളൊന്നുമില്ലാത്ത വല്ല ചെറുപ്പക്കാരെയും വണ്ടി ഉണ്ടെങ്കിൽ. എനിക്ക് പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല സാർ. ഞാൻ മതിയെങ്കിൽ നിൽക്കാം. സ്വന്തം വണ്ടിയാണോ? ഇനിയും കുറെ അളവുണ്ട്. പെട്രോളിന് വില കൂടിയപ്പോ ഓട്ടം കുറവാ. എങ്കിൽ നിന്നോളൂ, ഞാൻ തനിച്ചേ ഉള്ളൂ. താൻ കണ്ടുപിടിച്ച പയ്യന് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാമോ? അറിയുന്ന പറഞ്ഞത്. സാർ, ഞാനും സഹായിച്ചോളാം ഇവിടെ ഉള്ളപ്പോ. അച്യുതൻ നായരുടെ സ്വദേശം എവിടെയാണ്? തൃശ്ശൂരിനടുത്താ. അകത്ത് വരുന്നില്ലേ? നല്ല നേരം നോക്കണ്ടേ? എന്തൊക്കെയോ ഒരു കണക്കുണ്ടല്ലോ, വേണേ കൂട്ടി നോക്കിയോളെ. പല കണക്ക് കൂട്ടലും പിഴച്ചിട്ടുണ്ട്. അബുവാ, കൊള്ളാം. റോഡിനുള്ള സ്ഥലം പിന്നീടാണ് കിട്ടിയത്. ആദ്യം കല്ലും മരമൊക്കെ തലച്ചുമടായിട്ട് കൊണ്ടുവരാനായിരുന്നു പാട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ? വണ്ടി എടുത്തു. എന്തിന്? മെയിൻ റോഡിൽ ഇറങ്ങി കിഴക്കോട്ട് പോകുന്ന ഏത് ബസ്സും കൈ കാണിച്ചാൽ മതി. 30 പൈസ. ഇപ്പൊ വണ്ടി ഉണ്ടല്ലോ, അതിൽ പോ. അതൊരു ദുശീലാവും. പിന്നെ മമ്മൂക്ക ഉപദേശിച്ച് നിന്നെയും ഒരു ചെറിയ തത്വജ്ഞാനി ആക്കിയിട്ടുണ്ടല്ലേ? ആ, ഇനി എപ്പോ വരും? ചെക്കനെ വിട്ടാൽ മതി. 1 മണിക്കൂറിലാണ് ഞാനിവിടെ ഹാജരാകും. ഇത് എവിടെയാ വെക്കണ്ടാവോ? എന്താ? നമ്മുടെ കുറുപ്പിന്റെ വീട്ടിൽ നിന്നാ. ഇവിടെ വെയ്പ്പ് തുടങ്ങണവരെ അവിടെ നിന്ന് വേണ്ടതൊക്കെ ഇങ്ങോട്ട് അയക്കും. ഊണ് കഴിഞ്ഞ് ഇത്തിരി വിശ്രമിക്കുമ്പോഴേക്കും കുറുപ്പെത്തും. അപ്പുണ്ണി ഇപ്പോ കുറുപ്പിന്റെ കാര്യസ്ഥനായി അല്ലേ? പുത്തങ്കളത്തില് കാര്യസ്ഥന്മാർക്കുള്ള പണിയില്ല. മേലെപ്പരയില് പറമ്പും ഇല്ല, നിലവും ഇല്ല. മാധവൻകുട്ടി എവിടെ ഉണ്ട് ഇപ്പോ? ഇപ്പൊ ശരിക്ക് പറഞ്ഞ അറുമുഖന്റെ റാക്ക് ഷാപ്പിലുണ്ടാവും. ഇത് എവിടെയാ വെക്കേണ്ടേ ആവോ? ഇവിടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ ഉണ്ട്. നാണു, കൊണ്ടുവന്ന സ്ഥിതിക്ക് തിരിച്ചയക്കുന്നില്ല, നാട്ടു നടപ്പനുസരിച്ച്. ഇനി ഇതിവിടെ വേണ്ട. ഇത് വാങ്ങി വെക്ക്, എന്നിട്ട് പാത്രം കഴുകി കൊടുക്കും. ഫോറിൻ സിഗരറ്റ് ആവും. വേണോ? എടുത്തോ. ലീവ് എത്ര ഉണ്ടാവോ? ആവശ്യത്തിനുണ്ട്. ഞാനിവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ആവോ? ഒന്നുമില്ല. വന്ന് കരയതല്ലേ ഉള്ളൂ. മൂപ്പരൽപ്പം വിശ്രമിക്കട്ടെ. എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? കമ്പി വരും, എന്നിട്ട് തീരുമാനിച്ചു. കഴിക്കാൻ എടുത്തു വെക്കട്ടെ? ആരാ പുറത്ത്? ആരൊക്കെ ഉണ്ട്. എന്താ? കുട്ടിക്കാലത്ത് എന്റെ മിറ്റത്തൂടെ സ്കൂളിൽ പോയത് ഓർമ്മയുണ്ട? എന്നെ ഓർമ്മയില്ലേ? ഞാൻ കാവിലെ കുട്ടികൃഷ്ണകുറുപ്പിന്റെ. എല്ലാവരെയും ഓർമ്മയുണ്ട്. എല്ലാവരും എന്നെ ലാളിച്ചവരാണ്, ഓമനിച്ചവരാണ്. ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. അല്പം സമയം കൂടി തരണം ഓർമ്മ പുതുക്കാൻ. ഗതിയില്ലാതെ നടന്നിരുന്ന ചെക്കന്മാരുടെ സ്ഥിതി എന്താ? എന്റെ അനിയനെ ഒന്ന് അക്കരെ എത്തിക്കണം. അതിന് വല്ല സഹായം ചെയ്യാവോ? എന്തോ? മൂപ്പരുടെ സ്വന്തം വണ്ടിയാ? തൽക്കാലം മൂപ്പരുടെ സ്വന്തം. എന്തേ? വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ളവരാ. ഓഹോ, ഞാൻ ഇന്നാട്ടുകാരനല്ല. പുറത്തെ സംഘം പോയില്ലേ? പോയി. അച്യുതൻ നായർ കഴിച്ചോളൂ. എന്നിട്ട് വിശ്രമിച്ചോളൂ. വിളിക്കണ്ട. ഒരു യാത്ര കഴിച്ച് വരില്ലേ, ഞാൻ എവിടെ ഇരുന്നോളാം. അയാൾ അവിടെ അകത്ത് കയറി ഇരിക്കുകയാണ്, ആ കുറുപ്പ്.
ഇരിക്കട്ടെ. അവിടെ ഇരിക്കുന്ന ആ കുപ്പി, ശരി. 2 ഗ്ലാസ്, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം. ഞാൻ വിളിക്കുമ്പോ കൊണ്ടുവരണം. ഓ. ആ, അയ്യോ, വിളിക്കണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. ഇരിക്കൂ. പിന്നെ നാട്ടിലെ വിവരമൊക്കെ അറിഞ്ഞു കാണും. കുറച്ചൊക്കെ. പുത്തങ്കളത്തിലെ സ്ഥിതിയൊക്കെ മോശ. കുടിയിരിപ്പുകാർക്ക് 10 സെന്റ് വെച്ച് കൊടുത്തപ്പോ പിന്നെ എന്താ ബാക്കി? കുറെയൊക്കെ വിറ്റു. എന്നാലും മാധവൻകുട്ടിയെ പോലെ തർപ്പണം വെച്ചില്ല ഗോപി. അത് പറയണല്ലോ. വിറ്റത് കുറേശ്ശെ കുറുപ്പിന്റെ കയ്യിലെത്തി അല്ലേ? എന്റെ കണ്ട മാപ്പിളാരുടെ കയ്യിൽ പോളാന്ന് വെച്ച് ഞാൻ നുള്ളി നുറുമ്പി തിരിസംഖ്യ ഒപ്പിച്ചു കൊടുത്ത് ചില കഷ്ണങ്ങളൊക്കെ വാങ്ങി. അമ്പലത്തിന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ. നാണോ? ആ, പിന്നെ ആ, സുഹൃതക്ഷയം. അല്ലാതെ എന്ത് പറയാൻ? തലയ്ക്ക് സുഖമില്ലാത്ത തന്തയെ കൊണ്ട് മരുമക്കള് പലതിലും ഒപ്പിടിച്ചു. വിധിയാവുന്നത് വരെ കമ്മീഷന്റെ കയ്യിലാ കണ്ണായ പറമ്പുകളൊക്കെ. ഫുഡിട്ട് അധിക നേരമായില്ല. ഇതെപ്പോഴും ആവാം. ഫോറിനാവും. ഇവിടെയും കിട്ടും. കുപ്പിക്ക് 100-300 റുപ്യാവും. 300? എന്റെ ദൈവമേ. കുടിക്കണം. ഗോപി പ്രത്യേകം അന്വേഷിച്ചു. ഞാൻ ചെന്ന് വിവരം പറഞ്ഞു. തൃശ്ശൂർക്ക് പോകുമ്പോ ഞാൻ ശ്രീമത്തരം ചിലതൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇത് വല്ലാത്തൊരു സാധനം തന്നെ. ഉദ്യോഗോ അതോ സ്വന്തം ബിസിനസ്? ചെറിയ ജോലിയുണ്ട്. ആ, കുടിക്കൂ. ഒരു കുപ്പി റാക്ക് നിന്നണിപ്പി കുടിക്കുന്ന ആളാന്നുള്ള പേര് പണ്ടേ കുറുപ്പിനുണ്ടല്ലോ. അല്ല, എന്റെ പേരിൽ. കുടിക്കൂ. ഇന്ന് കുറുപ്പിന്റെ ദിവസമാവട്ടെ. ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും. എണീക്കൂ. എണീറ്റ് നിൽക്കാൻ. കുറുപ്പേ, ഓർമ്മിച്ച് പറയണം. എന്നെ നോക്ക്. പണ്ടൊരു മാല കെട്ട കേസില്ലേ, കുളക്കടവിലെ മാല? അതിനെന്താ വില? അതിപ്പോ കുറുപ്പിനെ ഞാൻ ഏൽപ്പിക്കാം. അത് പിന്നെ കിട്ടി. തോട്ടത്തിലെ വഴിയിൽ വീണ് കിടക്കുന്നത് പണിക്കാരത്തി കണ്ടു. വെറുതെ രാജന്റെ പേരിൽ. വീട്ടിൽ എല്ലാവരും ഇല്ലേ? അച്ഛനും അമ്മയും മരിച്ചു. ഓഹോ. ഏട്ടൻ പാടത്ത് പണിക്കൂ. നീ എന്തേ പഠിക്കാനൊന്നും പോയില്ല? 7 വരെ. അപ്പോഴാ അച്ഛൻ മരിച്ചത്. അച്ഛന് കോടതിയിൽ ശിപ്പായി പണിയായിരുന്നു. കുറുപ്പേ, പാടത്ത് വെച്ച് കുറുപ്പ് ഒരു ചെറുമനെ ഇടിച്ച കഥ കേട്ടിട്ടുണ്ട്. എടുത്തോണ്ട് പോകുമ്പോ ചാളയിൽ എത്തുന്നതിന് മുമ്പേ മരിച്ചു ഇല്ലേ? ഇപ്പോഴും ആരോഗ്യത്തിനൊരു കുഴപ്പവുമില്ല അല്ലേ? ഈ കൈയുണ്ടോ? ഞാൻ കമ്പി വളച്ചിട്ടുണ്ട്, ഇഷ്ടിക ചുമന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞതിനൊക്കെ മാപ്പ് തന്നു എന്ന് ഇവിടുന്ന് പറഞ്ഞാലേ കുറുപ്പ് ഇവിടുന്ന് പോകും. പറയേണ്ടത് നന്ദിയാണ്. അച്ഛനാരെ, ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി വിടൂ. അയ്യോ, ഞാൻ ഈ നിലയിൽ ചെന്നാൽ നാരായണി. അത് പറ്റില്ല. ക്ഷണിച്ചവർക്കൊരു ചുമതലയുണ്ടല്ലോ. പോണം. വണ്ടി എടുത്തോളൂ. വീട്ടിൽ വേണ്ടെങ്കിൽ അങ്ങാടിയിൽ വിട്ടോളൂ.